ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ലൊരു ദിവസം തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാണുന്നിട്ട് 10 ഓഫ് സോഡ്സ് ആണ്. ഇത് 10 ഓഫ് സോഡ് എന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ്. അവിടെയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു മോചനം, നിങ്ങളുടെ ഒരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സൈക്കിൾ എൻ്റെ പാവുന്നു, അവിടെ നിന്ന് നിങ്ങൾക്കൊരു മോചനം കിട്ടുന്നതാണ്. ഇനി ഒരു നെക്സ്റ്റ് ന്യൂ ബിഗിനിങ് ആണ് വരാനായിട്ട് പോകുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ ആ ഒരു പെയിനിലായിരിക്കും ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇന്ന് കുറച്ച് പേര് ആ ഒരു പെയിനിൽ, എന്തോ ഒരു നഷ്ടപ്പെട്ടതിൻ്റെ ഒരു പെയിനിലായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. അതിൽ നിന്ന് നിങ്ങൾ മോചിതരാവുന്നു എന്നാണ്. ആ പെയിൻ നിങ്ങളെ വിട്ടുപോകുന്ന ഒരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു അത് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ് കേട്ടോ. നിങ്ങൾ എന്താണോ ആ ബിഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന പെയിന്, ആ കാർമിക് പെയിന്, ഒരു പെയിൻഫുൾ എൻഡിങ്ങിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് അവസാനിച്ചിരിക്കുന്നു. അതിൽ നിന്നൊരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷനാണ് എൻഡായി പോയത് കേട്ടോ. അത് വൈകാരികമായിട്ട് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ശരിക്കും മോസ്റ്റ്ലി ഇത് നിങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള, ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നിങ്ങളുടെ ധൈര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ഈ പറഞ്ഞ പെയിൻഫുൾ എൻഡിങ്ങിലോട്ട് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ മനോബലം ചോർന്നു പോയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബിൽ നഷ്ടം വന്നിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം, നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിങ്ങൾ പുറത്തു പോയൊരവസ്ഥയായിരിക്കാം, ചതി പറ്റിയ അവസ്ഥയായിരിക്കാം. അങ്ങനൊരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് എൻ്റെ പായിരിക്കുന്നു, അത് നിങ്ങൾ അനുഭവിക്കേണ്ടതായിരുന്നു, അത് നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അത് അനുഭവിക്കേണ്ടതാണ്, അത് അനുഭവിക്കുന്നു, അതിൽ നിന്ന് നിങ്ങൾ മുക്തരാവാൻ പോകുന്നു എന്നുള്ളതാണ് ഈ 10 ഓഫ് സോഡ്സ് നിങ്ങളോട് പറയുന്നത്. ഒരു പെയിൻഫുൾ എൻഡിങ്, ഒരു സൈക്കിൾ അവസാനിച്ചു, ഇനി ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒന്നിൻ്റെ അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. അത് ഒരു പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. നമ്മളത് ലേൺ ചെയ്യുക, അതിൽ നിന്നുള്ള പാഠം എന്താണ്, ഞാൻ എന്തുകൊണ്ടാണ് പെയിൻഫുൾ ആയത് എന്ന് മനസ്സിലാക്കുക, ഏത് സാഹചര്യത്തിലാണ് ഞാനത് പെയിൻഫുൾ ആയതെന്ന് മനസ്സിലാക്കുക, അതിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ 10 ഓഫ് സോഡ് കേട്ടോ. അത് എങ്ങനെ വേണമെങ്കിലും ആകാം. പുറകിൽ നിന്ന് കുത്തിയതാവാം, ജോലി നഷ്ടപ്പെട്ടതാകാം, പ്രണയ നൈരാശ്യം വന്നതാവാം, അറ്റ്ലീസ്റ്റ് നമുക്കൊരു സർജറി വന്നത് പോലും ആകാം. ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ഒരു ഫോള് വന്നിട്ട് നമുക്കൊരു സർജറി വന്നതായിരിക്കാം. പ്രണയ നൈരാശ്യമോ വിവാഹബന്ധത്തിലൊരു ഫോള് വന്നതൊക്കെ ആയിരിക്കാം. എന്ത് സാഹചര്യം ആയാലും അത് നിങ്ങൾ അനുഭവിക്കേണ്ടതായിരുന്നു. അത് എൻ്റെ പായിരിക്കുന്ന ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകുന്നു എന്നാണ് കേട്ടോ. ഇതാണ് 10 ഓഫ് സോഡ് പറയുന്നത്. ദെൻ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഞാൻ പറഞ്ഞില്ലേ, കാർമിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനെത്തി നിങ്ങൾ എൻഡാവുന്നതാണത്. അപ്പോൾ ആ സിറ്റുവേഷൻ നിങ്ങളൊരു വലിയ കാർമിക് ലൂപ്പിൽ, ഒരു ലൂപ്പ് നിങ്ങൾ കടന്നിരിക്കുന്നു എന്നാണ്. അവിടെ നമ്മളൊരു കാർമിക് സിറ്റുവേഷൻ എപ്പോഴും അതിൽ നിന്ന് ഓവർകം ചെയ്യുന്ന സമയത്ത് നമുക്കതിനൊരു റിവാർഡ്, നമുക്കൊരു പെയിൻഫുൾ ആയിട്ടുള്ള എൻഡിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട് പോകാറുണ്ട്. ആ ഒറ്റപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനർത്ഥം നമുക്ക് വീണ്ടും ഇനി അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത്, നല്ല സമൃദ്ധിയാണ് വരാൻ പോകുന്നത്, ലക്കാണ് വരാൻ പോകുന്നത്, ഒരു ടേണിംഗ് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നൊക്കെയാണ് ഈ വീൽ ഓഫ് ഫോർച്യൂണും പറയുന്നത്. കാർമിക് ആയിട്ടുള്ളൊരു സൈക്കിൾ എൻ്റെ പാവുന്നു, അത് നമ്മൾ പാസ്റ്റിൽ നിന്ന് ഡ്രാഗ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളൊരു കാർമിക് സിറ്റുവേഷൻ ആവാൻ സാധ്യതയുണ്ട്. അത് എൻഡായി. ഇനി നമുക്ക് ലക്കിൻ്റെ നാളുകളാണ്. മേ ബി ഇന്ന് നിങ്ങൾക്ക് ലക്ക് വളരെ കൂടുതലാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ധാരാളം പണം അന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ചിട്ടിയോ ലോട്ടറിയൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പം ഇപ്പം നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ കൂപ്പണൊക്കെ കിട്ടത്തില്ലേ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പ്രൈസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇനി കിട്ടില്ല എന്ന് വിചാരിച്ച് ചില പണമൊക്കെ ആയിരിക്കും നമ്മൾക്ക് തിരിച്ചു വരുന്നു കാണുന്നുണ്ട്. പിന്നെ ഈ ലക്ക് എന്ന് പറയുന്നത് പണം മാത്രമല്ലല്ലോ, നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച എന്തും നമുക്ക് ലക്കിലി കിട്ടത്തില്ലേ. ഇപ്പം ഒരു വീട് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ കുറഞ്ഞൊരു വീട് വാങ്ങിക്കാൻ പറ്റുക, നമ്മൾ നോക്കി വെച്ചിരിക്കുന്ന ഒരു ഡ്രസ്സിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മൂല്യമുണ്ട്, അതിൽ കുറഞ്ഞ വിലയ്ക്ക് അത് കിട്ടുക, ഓഫറിൽ കിട്ടുക, അങ്ങനെയൊക്കെ അതൊക്കെ നമുക്കൊരു ലക്കാണ്. അപ്പോൾ ഇന്നൊരു ലക്കി ഡേ ആണെന്ന് കാണുന്നുണ്ട്. കുറേ പേർക്ക് ഇന്ന് വളരെ ലക്കുള്ള ദിവസമാണെന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ആ പെയിൻഫുൾ ആയിട്ടുള്ള ആ സിറ്റുവേഷനെ ഓവർകം ചെയ്തത് കൊണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു റിവാർഡാണത് കേട്ടോ. അപ്പം ഇന്നൊരു കുറച്ച് പേർക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള, കുറച്ച് ലക്കി ആയിട്ടുള്ള ദിവസമായിട്ടാണ് കാണുന്നത്. അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ്
ടെമ്പറൻസ് ആണ്, ഒരു ബാലൻസിലേക്ക് വരുന്നു എന്നാണ്. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ഉള്ള ഒരു കോംപ്രമൈസ് ആകും കേട്ടോ. നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ ബ്രോക്കൺ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതല്ല, നമുക്ക് ഫിനാൻഷ്യലി ഒരു ബാലൻസ് ഇല്ല, നമുക്ക് വരവാണ് കുറവ്, ചിലവാണ് കൂടുതലെങ്കിൽ നമുക്കതിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഏർണിങ് ചിലപ്പോൾ നമുക്ക് പല സോഴ്സിൽ നിന്നായിട്ട് വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മളൊരു ബാലൻസിലേക്ക് ഇപ്പോൾ നമ്മളൊരു ഇമോഷണലി നമ്മൾ ബാലൻസ്ഡ് അല്ല, നമ്മൾ കുറച്ച് ടെമ്പറമെൻ്റ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവിടെയൊക്കെ ഒരു ബാലൻസിലേക്ക് നമുക്കിന്ന് വരാനായിട്ട് പറ്റും. കാരണം നമുക്ക് അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ച് അതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞു. അപ്പം നമുക്കിനി എന്തായാലും ഒരു കോംപ്രമൈസിലേക്ക് വരാൻ പറ്റും എന്നാണ് ഈ ടെമ്പറൻസ് പറയുന്നത്. അങ്ങനെ ആരോടെങ്കിലും വഴക്കടിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസ് എന്ന ദിവസം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. 4 ഓഫ് സ്വോർഡ്സ് ആണ്. ഇത് ഒരു റെസ്റ്റിംഗ് എനർജിയാണ്. അപ്പോൾ ഇവിടെ ആർക്കൊക്കെയോ ഒരു സർജറിയുടെ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. സർജറിയൊക്കെ ചിലർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് ചിലപ്പോൾ നടക്കാനൊക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലരൊക്കെ അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന എനർജി കാണുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് നിങ്ങൾ എനിക്ക് കുറച്ച് കുറവുണ്ട് എന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റ് ഓടരുത്. ആ ദിവസങ്ങളിൽ നമ്മൾ റെസ്റ്റ് എടുക്കുക തന്നെ ചെയ്യണം. അതുപോലെ വയറുവേദനയോ നടുവേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നിസ്സാരമായിട്ട് കാണരുത് കേട്ടോ. ഈ നടുവേദന എന്ന് പറയുന്നത് ഒരിക്കലും നടുവിൻ്റെ തേയ്മാനം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു അസുഖമല്ല. ഈവൻ യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ പോലും നടുവേദന ഉണ്ടാവാം. ഈ വെയിറ്റ് ഗെയിനിങ്ങോ വെയിറ്റ് ലോസിങ്ങോ ഉണ്ടായാൽ ബാക്ക് പെയിൻ ഉണ്ടാവാം. ഇനി അതല്ല, കിഡ്നിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ടാകാം. പല റീസൺസ് കൊണ്ടാണ്. അപ്പോൾ ബാക്ക് പെയിൻ വന്നാൽ നമ്മളതിനെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. അത് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഹെൽത്ത് ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് കേട്ടോ. ഡയറിയ, ലൂസ് മോഷൻ പോലുള്ള പ്രശ്നങ്ങൾ, ഡീഹൈഡ്രേഷൻ പോലുള്ള പ്രശ്നങ്ങൾ, അതായത് നമ്മൾ വെള്ളം കുടിക്കാതെ വെയിൽ കൊണ്ട് നടന്നാൽ മൈഗ്രെയിൻ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ തിരിച്ച് വന്നിട്ട് നിങ്ങളുടെ എനർജി ലോസ് ആവുകയും വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുകയും വല്ലാതെ ടയേർഡ് ആവുകയും എക്സോസ്റ്റഡ് ആവുകയും കിടക്കേണ്ടി വരികയൊക്കെ ചെയ്യത്തില്ലേ. ആ ഒരു എനർജി മേ ബി നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ഇന്ന് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ഇങ്ങനൊരു കാര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഞാൻ മസ്റ്റായിട്ടും കുടയെടുക്കണം, ഞാൻ വെയിലത്തേക്ക് പോകാൻ പാടില്ല. അതുപോലെ വയറിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ജോലിക്കായാലും എവിടെ ആണെങ്കിലും പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഹെൽത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ദിവസമാണ്. 4 ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ അതുപോലെ റെസ്റ്റ് എടുക്കാൻ പറയുന്ന ദിവസങ്ങളിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കണം. കുറേ പേര് ഇന്ന് ലീവ് എടുത്ത് റെസ്റ്റ് എടുക്കുന്നുണ്ടായിരിക്കും. ഇനി നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്തിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾ അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് നമ്മളെ ബാഡ്ലി ആഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും കേട്ടോ. അതാണ് 4 ഓഫ് സ്വോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഏസ് ഓഫ് സ്വോർഡ്സ് ആണ്. ഇത് ഒരു ക്ലാരിറ്റി, നമുക്കൊരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാത്ത ഇടത്ത് നമുക്കൊരു മെൻ്റൽ ക്ലാരിറ്റി വരിക, ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങുക, മാരേജ്, നിങ്ങളുടെ മാരേജിലേക്ക് ലീഡ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾ പെണ്ണ് കാണാൻ പോവുമോ അല്ലെങ്കിൽ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. കുഞ്ഞുവാവ, ന്യൂ ബേബി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാം. ചിലപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളോ സർജറിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കാം. അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. മോസ്റ്റ്ലി ഇതൊരു മെൻ്റൽ ക്ലാരിറ്റിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നു. ഒരു രഹസ്യമായിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഡിസ്ക്ലോസ്ഡ് ആവുന്നു എന്നാണ്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നവർ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളതൊരു ക്ലാരിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇതൊരു ന്യൂ കോൺഫ്ലിക്റ്റിൻ്റെയും കൂടെ കാർഡാണ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ കലുഷിതമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് മോർ ക്ലാരിറ്റി കിട്ടുമ്പോൾ കോൺഫ്ലിക്റ്റ് ഒഴിവാകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് കോൺഫ്ലിക്റ്റുകൾ ഒഴിവായി പോകേണ്ടതുണ്ട്. അതുപോലെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ ക്ലാരിറ്റി വരുത്തേണ്ടത് ആവശ്യമാണ്. കോൺഫ്ലിക്റ്റ് വരുന്ന എപ്പോഴാണ്? നമുക്ക് ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ടാലിയാക്കി വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് ഏസ് ഓഫ് സോർഡ്സ്. ഒരു പുതിയ തുടക്കമാണ്. പുതിയ പ്രോജക്റ്റോ പുതിയ ജോലിയോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരൊക്കെ ജോലിയിലൊക്കെ പ്രവേശിക്കുന്നവർ കാണുന്നുണ്ട്. ഇവിടെ 10 ഓഫ് സോർഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു അവസാനമാണ്, പുതിയൊരു തുടക്കം വരുമെന്ന് കണ്ടോ. ഏസ് വന്നേക്കുന്നുണ്ടോ, പുതിയ തുടക്കം. അപ്പോൾ 10 ഓഫ് സോർഡ് ആണെങ്കിൽ അവിടെ വീണ്ടും ഒരു ഏസ് ഓഫ് സോർഡ് ഉണ്ട്. ഒരു സൈക്കിൾ എൻഡ് ആകുമ്പോൾ ആ സൈക്കിൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ അതുകൊണ്ട് നിങ്ങൾ വേദനിക്കുകയേ ചെയ്യേണ്ട, അതിൻ്റെ പുതിയൊരു സൈക്കിൾ ആരംഭിക്കുന്നുണ്ട് അതിന് തൊട്ട് പിന്നല്ല. അതാണ് പറഞ്ഞത്, ഒന്നും അവസാനമല്ല, തൊട്ടടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ അതേ ദിവസം തന്നെ അതിൻ്റെ നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് 5 ഓഫ് കപ്സ് ആണ്. ഈ നഷ്ടപ്പെട്ടതിനെ ഒന്നും ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മൾ നഷ്ടം എന്ന് പറയുന്നത് സംഭവിക്കേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ പെയിൻ അനുഭവിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ആ നഷ്ടബോധത്തിലും ആ ഡിപ്രഷനിലും ഇരിക്കേണ്ടി വന്നത്. അത് മാത്രം മനസ്സിൽ വെക്കുക. ബിക്കോസ് അത് സംഭവിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും പഠിച്ചത്. അപ്പോൾ ആ പാഠം പഠിച്ചു എന്ന് മനസ്സിലാക്കിയാൽ ഉടനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ വീണ് കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുക. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത ദിവസത്തിലേക്ക് കടക്കുക. ഈ നമുക്ക് കഴിഞ്ഞു പോയതിനേക്കാൾ മികച്ചതാണ് വരാനുള്ളതെന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മികച്ച ഒന്നിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കിയതാണെന്ന് മാത്രം വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാം എപ്പോഴും എല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കത്തില്ല. അതിൽ വന്നും പോയും ഇരിക്കും. ആളുകൾ പോലും അങ്ങനെയാണ്. ആളും അർത്ഥമൊക്കെ അങ്ങനെ തന്നെയാണ്. വന്നും പോയും തന്നെ ഇരിക്കും. മാറ്റം മാത്രമേ ഉള്ളൂ മാറ്റമില്ലാത്തത്. ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആ പോയതിനെ ഓർത്തിനി ദുഃഖിക്കേണ്ടതില്ല. കാരണം അതിനേക്കാൾ മികച്ചത് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ട്. നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പം നിങ്ങൾക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നു എന്നാണ്. അപ്പം പഴയ പോയതിനെ ഓർത്തിന് ദുഃഖിക്കേണ്ട. പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളതൊന്ന് കണ്ണ് തുറന്ന് നോക്കണം എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് പുതിയ ജോലിയൊക്കെ വേണ്ടവർ, ചുറ്റുമൊക്കെ വിഷമിച്ച് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിനോർത്ത് ദുഃഖിച്ചിരിക്കുന്നവരൊക്കെ കണ്ണ് തുറന്ന് നോക്കുക. അതിനേക്കാൾ മികച്ചത് ഇവിടെ വേറെ ഉണ്ട് കേട്ടോ. പിന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് ഒന്നും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്കുള്ളതല്ല. പോയതൊക്കെ നമുക്കുള്ളതല്ല. ഇനി നമുക്കുള്ളതാണെങ്കിൽ അത് പോയിട്ട് നമ്മുടെ വൈബ്രേഷനിൽ അലൈൻഡ് ആയിട്ട് അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വന്നോളും. നമുക്ക് വരാനുള്ളതാണെങ്കിൽ അങ്ങനെ അങ്ങ് ലെറ്റ് ഗോ ചെയ്താൽ മതി. എനിക്കുള്ളതാണെങ്കിൽ അത് തിരിച്ച് എങ്ങനെയായാലും എൻ്റെ അടുത്ത് തിരിച്ചു വരും എന്നൊരു ആത്മവിശ്വാസത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത് കേട്ടോ. ദെൻ നെക്സ്റ്റ് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ഒരു നഷ്ടബോധം, വീണ്ടും ഒരു നഷ്ടബോധത്തിലിരിക്കുക. പുവർ മണി മൈൻഡ് സെറ്റ്. ഇപ്പം നിങ്ങൾക്ക് പണത്തിന് ധാരാളം ആവശ്യമുണ്ട്, പക്ഷേ ആ പൈസ തികയുന്നുണ്ടാവത്തില്ല. അപ്പോൾ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുവാണ്. അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എത്ര ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടല്ലോ എന്ന് വിചാരിക്കണം. അതാണ് ഈ മണി മൈൻഡ് സെറ്റിനെ ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള കാര്യം. അതുപോലെ നമ്മുടെ ആവശ്യത്തിന് എത്ര പണം വേണോ ആ പണം നമ്മുടെ കയ്യിലുണ്ട് എന്ന് ബിഹേവ് ചെയ്യുക. അങ്ങനെ ആ പണം തന്നു, അത് നമ്മുടെ കയ്യിലുണ്ട് എന്ന രീതിയിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കാനും അഫർമേഷൻസ് സെറ്റ് ചെയ്യാനും ഓക്കെ. അതുപോലെ ഇല്ല എന്നൊരു കാരണവശാലും പറയാൻ പാടില്ല. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് വീണ്ടും ഇത് ഫിസിക്കലി എന്തോ പ്രശ്നമുള്ള ആളുകളുടെ എനർജിയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. 10 ഓഫ് സോഡ് ആണെങ്കിലും 4 ഓഫ് സോഡ് ആണെങ്കിലും ഇപ്പോൾ പറയുന്ന ഈ പറഞ്ഞ 5 ഓഫ് കപ്സ് ആണെങ്കിലും 5 ഓഫ് പെൻറ്റക്കിൾസ് ആണെങ്കിലും ഒക്കെ എന്തോ ഒരു ഫിസിക്കൽ എയിൽമെൻ്റ് ആണ്. കാലിനോ കൈക്കോ ഷോൾഡറിനോ നെക്കിനോ ഒക്കെ പെയിനോ അല്ലെങ്കിൽ ഒരു മരവിപ്പോ അങ്ങനെ എന്തോ ഒരു നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത വിധം റെസ്റ്റ് എടുക്കേണ്ടി വരുന്ന ഒരു എനർജി പോലെ ഒരു എനർജിയാണ് കാണുന്നത്. അതായത് ചിലപ്പോൾ മറ്റൊരാളുടെ സപ്പോർട്ട് വേണ്ടി വരിക. അങ്ങനെ ചിലപ്പോൾ മേ ബി വെറുതെ പനിയായിരിക്കാം. എങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് പനി വരുമ്പോൾ വല്ലാതെ ഷിവറിങ് ഒക്കെ വരത്തില്ലേ, ചിലപ്പോൾ തലകറക്കം വരത്തില്ലേ, ഈ പറഞ്ഞ പോലെ പ്രഷർ ഷുഗർ താന്നാൽ തന്നെ നമ്മൾ വീണ് പോകത്തില്ല. അപ്പം അങ്ങനെയുള്ള എനർജീസ് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. പനിയൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും, പിന്നെ വെയിൽ കൊള്ളുമ്പോൾ പ്രത്യേകിച്ചും വെയിലില്ലാത്തടം നോക്കി സ്കൂട്ടറൊക്കെ ഓടിക്കുന്നവരരികെ ചേർന്നൊക്കെ പോകാനൊക്കെ സൂക്ഷിക്കുക. അമിത വേഗത്തിൽ വണ്ടി ഓടിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. അങ്ങനെയൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാവുന്നതാണ്. നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. 5 ഓഫ് പെൻറ്റക്കിൾസ് ഓരോരുത്തരും ഫിസിക്കൽ എയിൽമെൻറ്റും മെൻ്റൽ എയിൽമെൻറ്റും ഒക്കെ ആ കാർഡിനകത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നമ്മളതിനെ ഗൈഡൻസ് ആയിട്ട് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ. കാർഡുകൾ വരുന്ന അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ രാവിലെ വന്നിരുന്ന് നേരം വെളുത്ത് നിങ്ങളെല്ലാം അങ്ങ് നെഗറ്റീവ് അടിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ച് വന്നിരുന്ന് പറയുന്നതല്ല. വരുന്ന കാർഡുകൾ കൃത്യമായിട്ട് പറയുവാണ്. അപ്പോൾ ഇതിനനുസരിച്ച് വേണം നിങ്ങൾ ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്യാനായിട്ട് കേട്ടോ. കുട എടുത്തുകൊണ്ട് പോകണം, കുടിക്കാൻ വെള്ളം എടുത്തുകൊണ്ട് പോകണം, കൃത്യമായിട്ട് അലാറം വെച്ചിട്ട് വെള്ളം കുടിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ 6 ഓഫ് കപ്സ് ആണ്. ആർക്കൊക്കെയോ റീയൂണിയനുകൾ വരുന്നുണ്ട്. റീയൂണിയൻ ഇൻ ദ സെൻസ് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരിക്കാം, കൂടെ ജോലി ചെയ്തിരുന്ന ആളുകളായിരിക്കാം. അങ്ങനെയുള്ള ആളുകളെ കാണുകയോ അവരുമായിട്ട് സമ്പർക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി റിലേഷൻഷിപ്പിൽ തന്നെ ബ്രേക്കപ്പായി പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്കൊരു റീയൂണിയൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സിബ്ലിങ്സിൽ നിന്നൊരു കോൾ വരികയോ സിബ്ലിങ്സിൽ നിന്ന് ഹെൽപ്പ് കിട്ടുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ നിങ്ങളുടെ പാരമ്പര്യ സ്വത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ
നിങ്ങളുടെ സിബ്ലിങ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം, ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം, സർപ്രൈസ് തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ആളുകളിൽ നിന്ന് നിങ്ങൾക്കൊരു സഹായം കിട്ടുന്നതാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ആയിരിക്കാം നിങ്ങളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് ജോബ് ഇല്ലാത്ത ആളുകളാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ആളുകൾ എനിക്കൊരു ജോബ് സെറ്റാക്കണമെന്ന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് മറ്റാരെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോബിന് ഇന്നിടത്തുണ്ട് ഒരു സോഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനൊക്കെ സാധ്യതയുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകളോ സർപ്രൈസുകളോ കിട്ടാൻ സാധ്യതയുണ്ട്, ഹെൽപ്പ് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. പിന്നെ സിബ്ലിങ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്, റീയൂണിയൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നൊസ്റ്റാൾജിക് ഫീലിങ്ങിലിരിക്കുക, പഴയ കാര്യങ്ങൾ പറയുകയോ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുകയോ, ഇത് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ആയിരിക്കാം, നിങ്ങളുടെ പഴയ പ്രണയമായിരിക്കാം, പഴയ റിലേഷൻഷിപ്പുകൾ എന്തുമാകാം, ഫ്രണ്ട്ഷിപ്പ് ആകാം, എന്തുമാകാം, അതിനെക്കുറിച്ച് ആലോചിക്കുന്നതോ മറ്റുള്ളവരോട് പറയുന്നതോ ഒക്കെ ആകാം. പഴയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് നൊസ്റ്റാൾജിക് ഫീലിങ്ങിലിരിക്കുന്നതൊക്കെ ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതാണ് 6 ഓഫ് കപ്പ്. അതൊരു റീയൂണിയൻ്റെ കാർഡാണ്. ദെൻ നൈറ്റ് ഓഫ് വാണ്ട്സ് ആണ്. വളരെ ആവേശത്തോടു കൂടി ഇന്ന് ജോലികളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. വളരെ ആവേശത്തോടു കൂടി നിങ്ങൾ ഒരു പുതിയ സംരംഭത്തിലേക്ക് ഇറങ്ങി പോകുന്നുണ്ടായിരിക്കും. ഒരു യാത്ര ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ പാഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യാത്രയാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ട്രിപ്പായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളെ കാണാൻ വേണ്ടി പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു യാത്രയാവാം. അപ്പോൾ ഒരു യാത്രയുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ യാത്ര പോകുമ്പോൾ നിങ്ങളാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ അധിക വേഗതയിൽ പോകണ്ട. നൈറ്റ് ഓഫ് ആണ് നമ്മൾ പിരിവിരിപ്പ് പിടിച്ചൊരു കുതിരയാണ്. അത് അത്രയും വേഗതയിലൊന്നും പോകണ്ട, കുറച്ച് വേഗതയൊക്കെ കുറച്ചിട്ട് മെല്ലെ പോയിരുന്നാൽ മതി. അതാണ് നൈറ്റ് ഓഫ് വാണ്ട്സ്. വളരെ പാഷനേറ്റ് ആയിട്ട് ഇന്ന് ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുമെന്നാണ്. എന്ത് ചെയ്യുമ്പോഴും അത് വളരെ പാഷനേറ്റ് ആയിരിക്കും. നിങ്ങളുടെ പാഷനിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലേക്കുള്ള ദൂരം കുറയുന്നു, അവിടേക്ക് നിങ്ങൾ വളരെ ആവേശത്തോടു കൂടി എത്തുന്നു, അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നു എന്നൊക്കെയാണ് കേട്ടോ. അതാണ് നൈറ്റ് ഓഫ് വാണ്ട്സ്. നെക്സ്റ്റ് ക്വീൻ ഓഫ് കപ്സ് ആണ്. ആരെന്ത് ചോദിച്ചാലും ഇന്ന് എടുത്തു കൊടുക്കാനുള്ളൊരു ഉദാരമനസ്കത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഒരു മദർലി അഫെക്ഷൻ ആയിരിക്കും. മറ്റുള്ളവരോടൊക്കെ വളരെ സ്നേഹം, വാത്സല്യം നമുക്കുള്ളത് വളരെ അൺകണ്ടീഷണലായിട്ട് നീ ഇതെടുത്തോ എന്ന് ആരെങ്കിലും ഇത് കൊള്ളാലോ എന്ന് പറയുമ്പോൾ എന്നാൽ നീ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ അതെടുത്തോ എന്ന് നമ്മൾ പറയുന്ന ഒരു മനോഗതമാണ്, ഒരു അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥയിൽ ചിലപ്പോൾ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ളതൊക്കെ കൊടുക്കുക, അങ്ങനെയുള്ളൊരു മദർലി അഫെക്ഷനാണ് ഈ പറഞ്ഞ ക്വീൻ ഓഫ് കപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഇതൊരു ഹീലിങ്ങിൻ്റെ കാർഡാണ്. നമ്മൾ ഹീൽ ചെയ്യുന്നുണ്ടാകും, നമ്മൾ ഹീൽ ചെയ്യപ്പെടുന്നുണ്ടാകും, അതുപോലെ മറ്റുള്ളവരെയും നമുക്കിന്ന് ഹീൽ ചെയ്യാനായിട്ട് പറ്റും. മറ്റുള്ളവർ വന്ന് അവരുടെ വിഷമമൊക്കെ നമ്മളോട് പറയുകയും നമ്മളത് സോൾവ് ആക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം നമ്മളും നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊന്ന് അവയർനെസ് ഉണ്ടാക്കുകയും നമ്മളും ഹീൽ ചെയ്യപ്പെടേണ്ടതാണെന്നൊരു ബോധ്യത്തിലേക്ക് വരികയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ ക്വീൻ ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആണ്. അത് ഏതറ്റം വരെയും പോകുന്ന അൺകണ്ടീഷണൽ ലവ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. അത്രയും അൺകണ്ടീഷണൽ ലവിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. ബോട്ടം വന്നിരിക്കുന്ന 8 ഓഫ് സോർട്സ് ആണ്. 8 ഓഫ് സോർട്സ് എന്ന് വെച്ചാൽ നമ്മളൊരു ബൗണ്ടറിക്കകത്ത് പെട്ടുപോവുക, ട്രാപ്പിലാവുക, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയി എന്നുള്ള തോന്നൽ വരിക, ആക്ഷൻ എടുക്കേണ്ടടുത്ത് ആക്ഷൻ എടുക്കാതിരിക്കുക, നമ്മൾ പെട്ടുപോവുക എന്നുള്ളതാണ്. നമ്മൾ ട്രാപ്പിലായി പോയി എന്നൊരു തോന്നലിലേക്ക് വരുന്നതാണ് 8 ഓഫ് സോർട്സ്. ശരിക്കും നമ്മളാണ് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ പക്ഷേ അതിന് തയ്യാറല്ല. നമ്മൾ കണ്ണും കെട്ടി കൈയും കെട്ടിയിരിക്കും, നമ്മളൊന്നും ചെയ്യാൻ തയ്യാറല്ലാത്ത അവസ്ഥയാണ് 8 ഓഫ് സോർട്സ്. കുറച്ച് പേര് ട്രാപ്പിലാവുന്നത് പോലെയുണ്ട്. അത് ചിലപ്പം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ തലവേദനയും കണ്ണും ഒക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. കയ്യ കണ്ണ് തലവേദനയൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പ്രഷറൊക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ അതാണ് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഗൈഡൻസ് ഫ്രം ദ ഏഞ്ചൽസ്? ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് ഇന്ന ദിവസം തരുന്നതെന്ന് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഗെറ്റ് മോർ ഇൻഫർമേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങൾ എന്തൊരു കാര്യത്തിലോട്ടാണോ ഇറങ്ങി പുറപ്പെടുന്നത് അവിടെ കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കുക എന്നാണ് പറയുന്നത്. കൂടുതൽ ഇൻഫർമേഷൻ അതിനെക്കുറിച്ച് എടുക്കണം, കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം. ദെൻ ഫൊർഗീവ്നെസ് ആണ്. ചില ആളുകളോട് കോംപ്രമൈസ് ചെയ്യണം. നമ്മൾ പറഞ്ഞില്ലേ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ചില ആളുകളോട് ഫൊർഗീവ് ചെയ്താൽ മാത്രമാണ് നമുക്കവിടെ ഒരു കോംപ്രമൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ കോംപ്രമൈസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് ക്ഷമിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് പേരോടൊക്കെ നമ്മൾ ക്ഷമിക്കാനുണ്ട്, എന്നാലാണ് നമുക്കും ഈ പറഞ്ഞ മുന്നോട്ടുള്ള പോക്ക് സുഗമമാവത്തുള്ളൂ. അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള നെഗറ്റീവ് എനർജി ആയിട്ട് കിടക്കും. ദെൻ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ആണ്. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും എന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് കാര്യത്തിൽ തന്നെയാണ് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതെങ്കിലും അവിടെ വളരെ വലിയ ചേഞ്ചസ് വരാനുണ്ട്, വളരെ ബിഗ് ഹാപ്പി ചേഞ്ചസ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് അതിനെക്കുറിച്ച് പഠിക്കണം. അതുപോലെ നിങ്ങൾ
കുറച്ച് ആളുകളോടോ അല്ലെങ്കിൽ കുറച്ച് സാഹചര്യങ്ങളോടോ ഫൊർഗീവ്നെസ് കൊടുക്കാനുണ്ട്. അതുപോലെ കുറച്ച് ഈ വരുന്ന റീസെൻറ്റ് മന്ത്സിൽ തന്നെ നിങ്ങൾക്ക് അതൊക്കെ ഗ്യാദർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആത്മവിശ്വാസത്തോടെ ഇരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാം നല്ലതിനാണെന്ന് മാത്രം വിചാരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നല്ല നല്ല ചേഞ്ചസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണ് പിന്നെ ഭാഗ്യം വന്നു ചേരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇന്ന് സൂക്ഷിക്കേണ്ട ദിവസമാണ്. മറ്റ് ദൂരെയുള്ള ആളുകളാവാം, അടുത്തുള്ള ആളുകളാവാം, അവിടെ നിന്ന് ഒരു മരണവാർത്തയൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. വീഴാനുള്ള സാധ്യത, മുറിവേൽക്കാനുള്ള സാധ്യത, അങ്ങനെയുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. അപ്പം ഇത് നെഗറ്റീവ് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിഷമമുണ്ട്. ഇത് രാവിലെ വന്നിരുന്ന് കേൾക്കുമല്ലോ, നേരം വെളുക്കുമ്പോഴേ ഇത് കേൾക്കുമല്ലോ, അപ്പോൾ ഒരു പേടി വരുമല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എനർജി ഉണ്ട് എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാക്സിമം മാറി നിൽക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് റീഡിങ്. സൂക്ഷിക്കണം. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ തമ്പനയിൽ അത് കൊടുത്തേക്കാം. ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാണെന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.